അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഇതുപോലെ അദബുകളോടുകൂടി നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കൂ. അത് കഴിഞ്ഞ് നിങ്ങളുടെ മക്കൾക്ക് പ്രായമായ ഒരു പുതിയ ആപ്പിളയെ കണ്ടെത്തട്. നിങ്ങളുടെ മകൾക്ക് അനുയോജ്യനായ ഒരു വരനെ കണ്ടെത്തട്. അവിടെയും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്തെന്നറിയുമോ? തുൻകഹുൽ മർഅതു ലി അർബഈൻ, 4 കാര്യങ്ങളാണ് അവിടെയും പരിഗണിക്കേണ്ടത്. മക്കൾക്ക് വിവാഹ പ്രായമെത്തിയ എവന്റെ എങ്കിലും കയ്യിൽ പിടിച്ചു കൊടുത്താ സ്വർഗം കിട്ടൂല. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അവിടെ 4 കാര്യങ്ങളാണ് പരിഗണിക്കേണ്ടത്. ആ ചെറുതാ നിന്റെ പൊന്നാര മകള് വിവാഹം കഴിച്ചു കൊടുക്കുന്നവന് സൗന്ദര്യമുണ്ടോ, അവന് സമ്പത്തുണ്ടോ, അവന് കുടുംബ മഹിമയുണ്ടോ, അവൻ അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ചുള്ള ബോധമുണ്ടോ? ഈ 4 കാര്യങ്ങളാണ് നിങ്ങൾ മക്കളെ കെട്ടിച്ചു കൊടുക്കുമ്പോ നിങ്ങൾ തെരഞ്ഞെടുക്കേണ്ടത്, നിങ്ങൾ നല്ലതുപോലെ പഠിക്കേണ്ടത്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഈ 4 കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കേണ്ട കാരണം എന്തെന്നറിയോ? ഈ 4 കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കേണ്ട കാര്യമേതാ? ഫളുഫറു ബിദാത്തിദ്ദീൻ. പണത്തിനോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾക്കോ സൗന്ദര്യത്തിനേക്കാളും നിങ്ങൾ മഹത്വം കൊടുക്കേണ്ടത് അവൻ അല്ലാഹുവിനെ കുറിച്ചറിയാവോ, അവന് നബിയെ കുറിച്ചറിയുമോ, അവന് ദീനിനെ കുറിച്ചറിയുമോ എന്ന് അവൻ ദീനുള്ളവന് വേണം മക്കളെ കെട്ടിച്ചു കൊടുക്കാ. അല്ലാതെ ദീനില്ലാത്ത പണമുള്ളവന്റെ കയ്യിൽ കൊടുത്താ സ്വർഗം കിട്ടൂല. സൗന്ദര്യമുള്ള ദീനില്ലാത്തവന്റെ കയ്യിൽ മക്കളെ കൊടുത്താ സ്വർഗം കിട്ടൂല. കുടുംബ മഹിമ മാത്രമുണ്ട്, അറിയപ്പെടുന്ന കുടുംബത്തിൽപ്പെട്ടവരാ. അല്ലാഹുവിന്റെ പള്ളിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല, മുത്തുനബിയെ കുറിച്ചൊരു ഓർമ്മയുമില്ല. അങ്ങനെയുള്ളവന്റെ കയ്യിൽ കെട്ടിച്ചു കൊടുത്താ സ്വർഗം കിട്ടൂല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ഫാത്തിമ എന്ന് പറയുന്ന മുത്തുനബിയുടെ പൊന്നുമോളെ കെട്ടാ മക്കയിലെ സമ്പന്നന്മാര് വന്നു, ഒരുപാട് സ്വഹാബികൾ വന്നു, ഒരുപാട് കുടുംബ മഹിമയുള്ളവർ വന്നു. എല്ലാവരും പ്രവാചകന്റെ മുന്നിൽ വന്നിട്ട് മടങ്ങിപ്പോയി. പക്ഷേ മുത്തുനബി ആരെയാ തെരഞ്ഞെടുത്തതെന്നറിയോ? മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ പ്രവാചകൻ നോക്കുമ്പോ അലിയാര് തങ്ങൾ ഒരു ദിവസം പുല്ല് വെട്ടാൻ പോവുകയാണ്. അലിയാര് തങ്ങളുടെ ജോലി എന്തെന്നറിയുമോ? അതാ പുല്ല് വെട്ടിയിട്ട് ഒട്ടകമുള്ള വീടുകളിൽ കൊണ്ടുപോയി വിൽക്കുകയാണ്. വെട്ടുകയാണ്. ആ പുല്ലുകൊണ്ട് ഒട്ടകങ്ങളുള്ള വീടുകളിൽ കൊണ്ട് വിൽക്കും. അവിടെ നിന്ന് കിട്ടുന്ന തുച്ഛമായ പൈസ കൊണ്ട് കഴിയുന്നവനാ അലിയാരിതങ്ങള്. അലിയാരിതങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടില്ല. പടച്ചവനെ ചരിത്രം പറയുന്നു, 10 മക്കളാണ് അവിടെ നിന്നുണ്ടായിരുന്നത്. ആ വീട്ടിലാണ് അലിയാരിതങ്ങളമ കടന്നത്. പടച്ചവനെ ആ അലിയാരിതങ്ങള് പുല്ല് വെട്ടാ പോകുമ്പോ ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുന്നു, അലിയേ നിനക്കെന്റെ ഫാത്തിമയെ വിവാഹം കഴിക്കാ സമ്മതമാണോ? അല്ലാഹുവിന്റെ റസൂല് ചോദിച്ച്, എന്റെ ഫാത്തിമയെ നിനക്ക് വിവാഹം കഴിക്കാ സമ്മതമാണോ? അലിയാര് തങ്ങൾ അത്ഭുതമായി അവിടെ നിന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്നെ കളിയാക്കുകയാണോ നബിയേ? എന്നെ കളിയാക്കുകയാണോ നബിയേ? ഈ പാവപ്പെട്ട എനിക്ക് ഫാത്തിമാനെ കെട്ടിച്ചു തരാനോ? അല്ലാഹുവിന്റെ പ്രവാചകം ചോദിച്ചു, അലിയേ നിനക്ക് സമ്മതമാണോ? പ്രവാചകൻ അങ്ങനെ കളിയാക്കാറില്ല, പ്രവാചകൻ അങ്ങനെ തമാശ പറയാറില്ല. അലിയാര് തങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്ക് സമ്മതമാണ് നബിയേ. അലിയാര് നിങ്ങളുടെ മുത്തുനബിയോട് പറയുകയാ, മഹർ വാങ്ങാൻ എന്റെ കയ്യിലൊന്നുമില്ല നബിയേ. കേറിക്കിടക്കാൻ നല്ല ഒരു വീടില്ല, ഒരു കുടുംബ വീടാണുള്ളത്. 10 പേരാ കൂടക്കകത്താണ് കിടക്കുന്നത്. മഹർ വാങ്ങാൻ പോലും എന്റെ കയ്യിലൊന്നുമില്ല. എന്റെ കയ്യിലുള്ളത് അതാ ഒരു വാളാണ്, ഒരു കുതിരയാണ്, പടച്ചവനെ ഒരു പരിചയാണ്. ഇത് 3മല്ലാതെ എന്റെ കയ്യിലൊന്നുമില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അലിയേ ഈ പരിച കൊണ്ടുപോയിട്ട് വിറ്റിട്ട് കിട്ടുന്ന കാശ് കൊണ്ട് മഹർ വാങ്ങിയിട്ട് വാ അലിയേ. അലിയാര് തങ്ങൾ പടച്ചവരെ അതാ മഹർ വാങ്ങുന്നതിന് വേണ്ടി തന്റെ കയ്യിലിരുന്ന ഒരു പരിചയുണ്ടായിരുന്നു. അത് കൊണ്ടുപോയി വിറ്റിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് മഹർ വാങ്ങി അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്നു. മുത്തുനബി
തന്റെ പൊന്നാര മകളെ വിവാഹം കഴിച്ചു വിട്ടു. തന്റെ പൊന്നാര മകളെ വിവാഹം കഴിച്ചു. ആർഭാട വിവാഹങ്ങളായിരുന്നില്ല. അല്ലാഹുവേ, ഇന്നത്തെ വിവാഹങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നില്ല. പറഞ്ഞാൽ എന്റെ വിഷയം മാറിപ്പോകും. നിങ്ങളിൽ പലർക്കും അത് സഹിക്കാൻ കഴിയാത്തതായത് കൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളുടെ വിവാഹം കഴിഞ്ഞു. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ അലിയാർ തങ്ങളുടെ കയ്യിൽ പിടിച്ചു. രണ്ടുപേരും കൂടെ ഖുറാത്തിന്റെ വീട്ടിലേക്ക് പോയി. അലിയാരിതങ്ങളും ഫാത്തിമ ബീവിയും രണ്ടുപേരും കൂടെ മണിയറക്കകത്തേക്ക് കിടന്നു. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ മുത്തുനബിയുടെ മകളെയാണ് അലിയാരിതങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. എന്തൊരു സന്തോഷമെന്നറിയുമോ? രണ്ടുപേരും കൂടെ മണിയറക്കകത്ത് കയറി. അലിയാരിതങ്ങൾ വിളക്കണച്ചു. വീടിന്റെ അകത്തതാ കയറിയതിനു ശേഷം വാതിലടച്ചു. അതാ കുറച്ചു സമയം കഴിയുമ്പോ വീടിന്റെ അകത്തൊരു കരച്ചില് കേൾക്കുകയാ. വാപ്പാ, മുത്തുനബി മകളെ വളർത്തിയത് എങ്ങനെയാണെന്ന് നിനക്ക് തിരിയണമെങ്കിൽ കല്യാണം കഴിഞ്ഞ് പാതിരാത്രി മണിയറക്കകത്ത് കയറിയപ്പോ അതാ അലിയാർ തങ്ങൾ നോക്കുമ്പോ മണിയറക്കകത്തൊരു കരച്ചില് കേൾക്കുകയാ. മണിയറക്കകത്തൊരു കരച്ചില് കേൾക്കുകയാ. അലിയാർ തങ്ങൾ ചിന്തിച്ചു, ആരാ അല്ലാ ഈ മണിയറക്കകത്തിരുന്ന് കരയുന്നതാരാ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോള് അലിയാർ തങ്ങൾ നോക്കുമ്പോ പുതുമണവാട്ടി മണിയറക്കകത്തിരുന്ന് കരയുകയാ. പുതിയ പെണ്ണ് മണിയറക്കകത്തിരുന്ന് കരയുകയാ. അലിയാർ തങ്ങൾ ചോദിക്കുന്നു, ഫാത്തിമ, നീ എന്തിനാ കരയുന്നത്? എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ? എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ? ഒരുപാട് സമ്പന്നന്മാര് നിന്നെ വിവാഹം കഴിക്കാമെന്നല്ലോ. അതാ ഈ പാവപ്പെട്ട എന്നെ വിവാഹം കഴിച്ചത് കൊണ്ടാണോ നീ കരയുന്നത്? ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ അലിയാർ തങ്ങളോട് പറഞ്ഞു, അലിയേ, ഈ മക്കത്ത് ഏതെങ്കിലും ഒരു പെണ്ണ് നിങ്ങളെ ഇഷ്ടപ്പെടാതിരിക്കുവോ? ഈ മദീനത്തെ ഏത് പെണ്ണാ നിങ്ങൾ ആഗ്രഹിക്കാത്തത്? എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല അലിയേ. പിന്നെ എന്തിനാ ഫാത്തിമ കരയുന്നത്? എന്തിനാ ഫാത്തിമ കരയുന്നത്? പുതുമണവാട്ടിയോട് ചോദിക്കുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ അവിടെന്ന് പറഞ്ഞു, അലിയേ, മണിയറക്കകത്ത് വിളക്കങ്ങണച്ചപ്പോ വല്ലാത്ത ഇരുളാടല്ലോ, വെളിച്ചമില്ലല്ലോ, വല്ലാത്ത ഇരുട്ടാടല്ലോ. ഈ ഇരുട്ട് കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് എന്തെന്നറിയുവോ? എനിക്ക് ഖബർ ഓർമ്മ വന്നു അലിയേ. ഒറ്റയ്ക്ക് പോയി കിടക്കണ്ട ഖബറാട് ഈ ഇരുട്ട് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. അല്ലാഹുവേ, ആരാ പറയുന്നത്? പുതുമണവാട്ടിയാ. ആരോടാ പറയുന്നത്? പുതിയാപ്പളയോടാണ്. എപ്പോഴാണ് പറയുന്നത്? മണിയറക്കകത്ത്. മണിയറക്കകത്ത്. ആ മണിയറക്കകത്തിരുന്ന് കൊണ്ട് ഫാത്തിമ പറയുകയാ, അലിയേ, ഈ ഇരുള് കണ്ടപ്പോ എനിക്ക് ഖബർ ഓർമ്മ വന്നു. അതിനകത്ത് നമ്മൾ ഒറ്റയ്ക്ക് പോയി കിടക്കണമല്ലോ. ഇതല്ല അലിയേ മണിയറ, ഇതല്ല അലിയേ മണിയറ. മണിയറ ഇവിടെയല്ല. മണിയറ വിഭാഗത്തിന്റെ ഒന്നാമത്തെ രാത്രിയല്ല. മണിയറ ഒരുക്കേണ്ടത് ഇവിടെയല്ല. എവിടെയാണ് മണിയറ ഒരുക്കേണ്ടതെന്നറിയോ? അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. അലിയേ, മണിയറ ഒരുക്കേണ്ടത് ഇവിടെയല്ല. വിവാഹത്തിന്റെ ഒന്നാമത്തെ രാത്രിയല്ല. അതാ നമ്മള് കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞ്, കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞ് എല്ലാവരും കൂടെ കൊണ്ടുപോയിട്ട് പള്ളിപ്പറമ്പിൽ ഒരു കുഴിക്കകത്ത് കൊണ്ട് കുടിച്ചിടുമല്ലോ. ആ കുടിച്ചെടുക്കുന്ന ഖബറിന്റെ അകത്ത് ഒന്നാമത്തെ രാത്രിയുണ്ടല്ലോ, അവിടെയാണ് മണിയറ ഒരുക്കേണ്ടത്.
അവിടെയാണ് മണിയറ ഒരുക്കേണ്ടത്, അല്ലാതെ ഇവിടെയല്ല. പടച്ചവനെ, അള്ളാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് ഭാര്യയായി കിട്ടിയ സന്തോഷത്തിന് മണിയറക്കകത്തേക്ക് കടന്നു വന്ന ഭർത്താവിനോട് അള്ളാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് പറഞ്ഞു കൊടുക്കുകയാ, ഇവിടെയല്ല മണിയറ, അത് പള്ളിപ്പറമ്പിലാ മണിയറ. അവിടെയാണ് മണിയറ ഒരുക്കേണ്ടത്, അവിടെ മണ്ണിലാണ് കിടക്കേണ്ടത്. അവിടെ കബറിന്റെ അകത്ത് വല്ലാത്ത ഇരുളാട്, ആ കബറിന്റെ അകത്ത് വല്ലാത്ത ശിക്ഷയാണ്, ആ കബർ ഇടുങ്ങിയതാണ്. അല്ലാഹുവേ, ആ കബർ നമ്മളെ ഞെരിക്കുമല്ലോ, അവിടെ നമ്മൾ ഒറ്റയ്ക്ക് പോയി കിടക്കണമല്ലോ. അല്ലാഹുവേ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല വിവാഹത്തിന്റെ 1ാമത്തെ രാത്രി തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാ, അതാടാ പുതിയ പട ഉറങ്ങുന്നത് പോലെ ഉറങ്ങിക്കോ എന്നും മലക്കുകൾ പറയുന്ന രീതിയിൽ നമ്മുടെ കബറ് നമുക്കൊരുക്കാമലിയേ എന്ന് പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ, അതാ പെമ്മക്കള്, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാന്റെ റസൂല് തന്റെ മകള് വളർത്തേണ്ട രീതിയിൽ വളർത്തിയപ്പോ വിവാഹം കഴിഞ്ഞ് മണിയറക്കകത്ത് കയറി വന്നിട്ട് വിളക്കങ്ങോട്ട് അണഞ്ഞപ്പോ ഇരുന്ന് കരയാ. വിളക്കങ്ങട്ട് അണച്ചപ്പോ, ലൈറ്റങ്ങട്ട് അണച്ചപ്പോ ഇരുള് കണ്ടപ്പോ കരയാ. എന്തിനാ ഫാത്തിമ കരയണേ? ഈ ഇരുള് കണ്ടപ്പോ എനിക്ക് കബർ ഓർമ്മ വന്നെന്ന്. അതുകൊണ്ട് ഇവിടെയൊന്നുമല്ല മണിയറ, മണിയറ ഒരുക്കുവാണെങ്കിൽ പള്ളിപ്പറമ്പിൽ ഒരുക്കണം. മണിയറ ഒരുക്കുകയാണെങ്കിൽ ആദ്യ രാത്രി എന്ന് പറയുന്നത് ഇവിടെയല്ല, പള്ളിപ്പറമ്പിലെ 1ാമത്തെ രാത്രി. അതുകൊണ്ട് ആ രാത്രി നമുക്ക് മണിയറയാക്കണമെങ്കിൽ വാ, നമുക്ക് ഒരുമിച്ചിരുന്ന് നിസ്കരിക്കാം, ഖുർആൻ ഓതാം, സലാത്ത് പറയാം, ദുആ ചെയ്യാം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇങ്ങനെ പറയുന്ന ഏതെങ്കിലും ഒരു പെണ്ണിനെ കാണാൻ പറ്റുമോ? ഇങ്ങനെയൊന്നും പറയണ്ട. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യ രാത്രി വരുന്ന ഭർത്താവിനോട് ഭാര്യ ചോദിക്കാറുണ്ടോ, കാക്ക ഇന്ന് സുബഹി നിസ്കരിച്ചോ? ഏതെങ്കിലും ഒരു കല്യാണ പെണ്ണ് രാത്രി മണിയറക്കകത്ത് കയറി വരുന്ന ഭർത്താവിനോട് കാക്ക സുബഹി നിസ്കരിച്ചിട്ടുണ്ടോ ചോദിക്കാറുണ്ടോ? കാരണം ചോദിക്കണം, അങ്ങനെ ചോദിക്കണം. കാരണം സുബഹി നമസ്കരിക്കാത്ത ദിവസം എന്തെങ്കിലും ചെയ്താൽ അതിൽ ബറക്കത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സുബഹി നിസ്കരിക്കാത്ത ദിവസം മക്കളെ പെണ്ണ് കെട്ടാൻ നിൽക്കണ്ട, കെട്ടിയ പൊട്ടും. അതന്നെ നിന്റെ ജീവിതത്തിൽ ഒരു കാലത്തും അള്ളാഹു സമാധാനം തരൂല്ല. വാപ്പാ, നീ സുബഹി നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നിന്റെ മോളുടെ കല്യാണം നടത്തരുത്, കൈ പിടിച്ചു കൊടുക്കരുത്, വേറെ ആളെ ഏൽപ്പിച്ചേക്കണം, പള്ളിയിൽ ഉസ്താദിനെ ഏൽപ്പിച്ചിട്ട്. നീ സുബഹി നിസ്കരിച്ചിട്ടില്ല, മകളുടെ വിവാഹത്തിന്റെ തലേ ദിവസം രാത്രി 12 മണി വരെ നിനക്ക് ഇവിടെ ആഘോഷമായിരുന്നു, എന്ത് നിസ്കാരല്ലേ? പിറ്റേ ദിവസം നീ ഉറങ്ങി, സുബഹിക്ക് ഉറങ്ങി, നീ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നീ എന്ത് ചെയ്യരുത്? വലിയായിട്ട് നീ ഇരിക്കരുത്, പള്ളിയിലെ ഖത്തീബിനെ ഏൽപ്പിച്ചേക്കണം, അദ്ദേഹം സുബഹി നിസ്കരിച്ചിട്ടുണ്ടല്ലോ, അങ്ങാരി പിടിച്ചു കൊടുക്കട്ടെ, എങ്കിൽ നിന്റെ മോള് സന്തോഷത്തോടെ ജീവിക്കും. പക്ഷെ നീ കൊടുത്താലോ നിന്റെ മക്കളുടെ കണ്ണുനീര് കാണേണ്ടി വരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഏത് ചെറുപ്പക്കാരാ, ഏത് പെണ്ണാടാ ചോദിക്ക, കാക്ക നിങ്ങളെന്ന് സുബഹി നിസ്കരിച്ചോ, ലോഹർ നിസ്കരിച്ചോ, അസർ നിസ്കരിച്ചോ? എന്ത് നിസ്കാരം? പുതിയാപ്പള വരുന്നത് ആടിയാടിയാ, പുതിയാപ്പള വരുന്ന ആടിയാടി. അപ്പൊ ചോദിക്കും, പെണ്ണി ചോദിക്കും, എന്തേക്കാ ആടുന്നേ? കൂട്ടുകാരെല്ലാവരും കൂടെ നിർബന്ധിച്ചപ്പോ ഒരു 60 അടിച്ച്, അത്രേ ഉള്ളൂ, കൂടുതലൊന്നുമില്ല. കൂട്ടുകാരെല്ലാരും കൂടെ സന്തോഷമല്ലേ മോളെ, ഇന്ന് കല്യാണ ദിവസമല്ലേ, ചങ്ങാതിമാരെല്ലാരും കൂടെ ഉപദേശിച്ചപ്പോ ഒരു ഇത്തിരി അടിച്ചു. ഓ, അന്ന് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഇത്തിരി അടിക്കുന്നവനെ കെട്ടിച്ചു കൊടുക്കത്തുള്ളൂ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ.